ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചെയ്യുന്നത്, കോസ്റ്റർ. അപ്പോൾ ഞാൻ രണ്ട് തരത്തിൽ ചെയ്യുന്നതാണ്. ഒരെണ്ണം പെയിൻറ്റ് ചെയ്തിട്ടും ഒരെണ്ണം ഒരു സാധാ ഒരു റോപ്പ് വെച്ചിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മെത്തേഡിൽ ഒരെണ്ണം ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഹൂപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കയറ് വേണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഓൾറെഡി ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. ആവശ്യമില്ലാത്ത കയറ്, ഇതിനേക്കാളും വണ്ണം കൂടിയതാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ ഒരു കയറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷം സർക്കിളിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് വെക്കുക. മിഡിൽ പോയിൻ്റ് ആയിരിക്കണം. അവിടെ നിന്നായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം ഗ്ലൂഗൺ ഇതുപോലെ തേച്ചിട്ട് ചുറ്റും ഈ കയറ് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് ഇതുപോലത്തെ സാധാ നാച്ചുറലായിട്ടുള്ള കയറാണെങ്കിൽ അതെടുക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഗ്ലൂഗൺ കൈമ ആവാതെ ശ്രദ്ധിക്കുക. കൈമ ആയിക്കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും. ചെയ്യണ്ട, ഇതൊരു റഫ് മോഡലായിട്ട് ആക്ച്വലി എൻ്റെ ഈ ഒരു കയറ് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തപ്പിപ്പറക്കി കിട്ടിയ കയറാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കയറില്ലേ, നാച്ചുറലായിട്ടുള്ള ഈ ടൈപ്പ് കയറില്ലേ, ഇങ്ങനത്തെ കയറുണ്ടെങ്കിൽ ഈ ടൈപ്പ് കയറുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലത്തെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് സെൻറ്ററിലുള്ളത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒത്തിരി മറ്റേ ഗ്ലൂ കിടപ്പുണ്ട്, ഹോട്ട് ഗ്ലൂ കിടക്കുന്നുണ്ട്. പക്ഷേ അത് ഹോട്ട് ഗ്ലൂ കുറച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്ഷനിൽ കിട്ടും. ഇപ്പോൾ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇവിടെ കണ്ട കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടത്തേക്കാളും വെച്ച് നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ. അതുപോലെ ഇങ്ങനത്തെ കയറെടുക്കാൻ ശ്രമിക്കുക. എൻ്റെ ഇല്ല, അത് കാരണമാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പ്ലാസ്റ്റിക്കിൽ നമുക്കൊന്ന് കളർ ചെയ്ത് നോക്കാം. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇരുന്നും കൂടി കളർ ചെയ്തിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആക്രിലിക് കളേഴ്സാണ്. ഇപ്പോൾ സെൻറ്ററിൽ ബാക്കി ബാലൻസ് ആയിട്ട് വന്ന ആ ഗ്ലൂ നമ്മൾ കൈ കൊണ്ട് പയ്യെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം പെയിൻറ്റ് വെച്ച് റൗണ്ട് നമുക്ക് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു നാച്ചുറൽ ആ ഒരു കയറുമൊക്കെ പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്തതും ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.